ഹലോ, അപ്പോൾ നമ്മുടെ ഹോസ്റ്റലിൻ്റെ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഗൂഗിളിൽ പോയിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഹോസ്റ്റൽ അപ്ലിക്കേഷൻ അടിച്ച് കഴിഞ്ഞാൽ അപ്ലൈ ഹിയർ ഹോസ്റ്റൽ KUൻ്റെ ഇത് സൈറ്റ് കാണാം. അപ്പോൾ അത് ആദ്യം തൊട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇങ്ങനെ ഇൻസ്ട്രക്ഷൻ്റെ ഒരു പേജ് കാണാൻ പറ്റും കേട്ടോ. അതിൽ ഇൻസ്ട്രക്ഷൻ ടു രജിസ്റ്റർ ഫോർ ഹോസ്റ്റൽ കാണാം. അതേപോലെ നമുക്ക് ഫീ അടയ്ക്കേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഇത് അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യം അവിടെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ താഴെ നമ്മുടെ യൂസറിൻ്റെ ഒരു പേജ് ഉണ്ടാവും. അത് നിങ്ങൾ ഫില്ല് ചെയ്തിടുക. പ്രോഗ്രാം FIUGP ഉണ്ട്, PhD ഉണ്ട്, അത് ഏതാച്ചാൽ അത് കൊടുക്കുക. അപ്ലിക്കേഷൻ നമ്പർ നമ്മുടെ സെയിം അപ്ലിക്കേഷൻ നമ്പർ തന്നെ, പേര് എഴുതുക, ജെൻഡർ കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത്, മെയിൽ, അഡ്മിഷൻ ഇയർ എന്നീ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്തിടാം. എന്നിട്ട് നമ്മൾ അടുത്തത് ചെയ്യേണ്ട കാര്യം, നമ്മൾ ഫീ അടച്ചിടണം. അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇൻസ്ട്രക്ഷനിൽ പറയേണ്ട ആദ്യം ഫീ അടച്ചതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്ന്. അതിന് മുന്നേയായിട്ട് അവിടെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇൻസ്ട്രക്ഷനിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. അവർ പറയുന്നുണ്ട് 40 കിലോമീറ്ററിന് മേലെ അകലെ താമസിക്കുന്ന ആൾക്കാർക്കാണ് ഹോസ്റ്റൽ കൂടുതൽ കിട്ടുക എന്ന് പറയുന്നുണ്ട്. പിന്നെ ആർക്കൊക്കെ അപേക്ഷിക്കുക എന്നുള്ള കാര്യങ്ങളും അവിടെ പറയുന്നുണ്ട്. ഏതൊക്കെ ഹോസ്റ്റൽ അപേക്ഷിക്കാം. നിലവിൽ PG ഹോസ്റ്റൽസ് ഉണ്ട്. PG ഹോസ്റ്റൽസ് ഓൾഡ് ബ്ലോക്ക്, ന്യൂ ബ്ലോക്ക് എന്നീ ബ്ലോക്കുകളും FIUGP ഹോസ്റ്റൽസും എല്ലാം കാര്യവട്ടം ക്യാമ്പസ് എന്ന വുമൻസ് ഹോസ്റ്റലിലാട്ടോ വരുന്നത്. വുമൻസ് ഹോസ്റ്റൽ വേറെ, മെൻസ് ഹോസ്റ്റൽ വേറെ. അതായത് സെപ്പറേറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ നമ്മൾ ആദ്യം ഫീ അടച്ചു കഴിഞ്ഞാൽ നമുക്കൊരു നമ്പർ കിട്ടും. ആ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ പിന്നീട് അപേക്ഷിക്കേണ്ടത് എന്നീ കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതേപോലെ നമ്മൾ ഹോസ്റ്റൽ അഡ്മിഷൻ്റെ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ഫില്ല് ചെയ്യണം. അതായത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പേര്, ഡിപ്പാർട്ട്മെൻറ്റ് എന്നീ കാര്യങ്ങളും അതേപോലെ നമ്മുടെ ഡിസ്ട്രിക്റ്റും എന്നീ കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ കൊടുക്കണം. അത് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി, അതായത് നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടെങ്കിൽ നമ്മുടെ അപ്ലിക്കേഷൻ റിജക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഇതെല്ലാവർക്കും പോർട്ടലിൽ കാണാൻ പറ്റുന്ന ഇൻസ്ട്രക്ഷൻസ് ആട്ടോ. ഇതെല്ലാവരും കൃത്യമായി വായിച്ചിരിക്കണം. അതിൽ പറയുന്നുണ്ട് നമ്മൾ പേയ്മെൻ്റ് ആയിട്ട് 55 രൂപ അടച്ചതിന് ശേഷം മാത്രം നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അതും 55 രൂപ അടച്ചതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ആ ഫസ്റ്റ് പേജിൽ ന്യൂ യൂസർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിനി ഓൺലൈൻ പേയ്മെൻറ്റിലേക്ക് കടക്കണം. അതായത് ക്ലിക്ക് നൗ ഫോർ ഓൺലൈൻ പേയ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ ഇല്ല. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലിക്ക് നൗ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പേജ് ഓപ്പൺ ആയി വരും. ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും. യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്ന് പറഞ്ഞൊരു പേജ് ഓപ്പൺ ആയി വരും. അതിൽ പേയ്മെൻറ്റ് പോർട്ടലിൻ്റെ അതിൽ പല വിഷയങ്ങളുണ്ടാവും. അതായത് എക്സാം റിലേറ്റഡ് റെമിറ്റൻസസ് ഉണ്ട്, അതേപോലെ ജനറൽ റെമിറ്റൻസസ് ഉണ്ട്, അഫിലിയേറ്റഡ് കോളേജസ് എന്നീ പലതുണ്ട്. അതിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഡിപ്പാർട്ട്മെൻറ്റൽ റെമിറ്റൻസസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. അതിൽ എഴുതിയിട്ടുണ്ട്, നമ്മളത് വായിച്ചു നോക്കാൻ പറ്റും. അത് ഇൻസ്ട്രക്ഷനിൽ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും. ഇനി ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവുക. പിന്നെ ചെയ്യേണ്ടത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് നെയിം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഞാൻ ആർക്കിയോളജി എടുത്താൽ ഓക്കെ ആർക്കിയോളജി കൊടുക്കുക, അതേപോലെ ഹിസ്റ്ററി കൊടുക്കുക, അതേപോലെ എക്കണോമിക്സ് കൊടുക്കുക എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഡിപ്പാർട്ട്മെന്റ് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മെൻസ് ആണ് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെൻസ് ഹോസ്റ്റൽ കാര്യവട്ടം എന്ന് കൊടുക്കുക, വുമൻസ് ആണെങ്കിൽ വുമൻസ് ഹോസ്റ്റൽ കാര്യവട്ടം എന്ന് കൊടുക്കുക. അതേപോലെ നിങ്ങളുടെ പേര് കൊടുക്കുക, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, സെക്യൂരിറ്റി ക്യാപ്ചർ തന്നത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ അടുത്ത നമുക്കൊരു പേജ് ഓപ്പൺ ആയി വരും. അടുത്ത പേജ് ഓപ്പൺ ആയി വരുമ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് പർപ്പസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അവിടെ സെർച്ച് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് അപ്ലിക്കേഷൻ ഫോർ അഡ്മിഷൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതേപോലെ ഫീ എമൗണ്ട് 55 എന്ന് കൊടുക്കുക. അതായത് നമ്മൾ ഇൻസ്ട്രക്ഷനിൽ കണ്ടല്ലോ 55 തന്നെയാണ് കൊടുക്കുന്നത്, വേറെ കൊടുക്കല്ലേ. അടുത്തത് അപ്ലിക്കേഷൻ ഫീ നോട്ട് അപ്ലിക്കബിൾ കൊടുക്കുക, ടോട്ടൽ ഫീ 55 കൊടുക്കുക. അതേപോലെ വീണ്ടും സെക്യൂരിറ്റി കോഡ് ഉണ്ട്, അത് നമ്മൾ അടിച്ചു കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുക. പിന്നെ അടുത്ത സെക്ഷനിൽ വരുന്നത് നമ്മൾ ഇത്ര നേരം സെലക്ട് ചെയ്ത കാര്യങ്ങളില്ലേ, അതായിരിക്കും നമ്മുടെ സമ്മറിയിൽ വരുന്നത്. അതൊക്കെ ഒന്ന് സെലക്ട് ചെയ്യുക. അതായത് ഡിപ്പാർട്ട്മെൻറ്റ് നെയിം നോക്കുക. അപ്പോൾ കണ്ടോ, മെൻസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ മെൻസ് ഹോസ്റ്റൽ കാര്യവട്ടം എന്നാണ് കൊടുക്കേണ്ടത്. അതേപോലെ റെമിറ്റർ നെയിം, പർപ്പസ്, ഫീ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളവിടെ ഓൺലൈൻ പേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ട്, ഓൺലൈൻ പേയ്മെൻറ്റ് ഓപ്ഷൻ കൊടുക്കുക. ഇത് എന്നിട്ട് നമ്മൾ ഗൂഗിൾ പേ വഴി നമുക്ക് പേയ്മെൻറ്റ് ചെയ്യും. ഇതൊന്നും നമുക്ക് അക്ഷയ പോയി ചെയ്യേണ്ട കാര്യമില്ല. ലാപ്പിലോ ഫോണിലോ നമുക്ക് സുഖമായി ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഇത്ര നേരം പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം ഈ ഇൻസ്ട്രക്ഷനിൽ ഉണ്ട് കേട്ടോ. ഈ ഓപ്ഷൻ 3 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഐഡിയ കിട്ടുവേ. ഇനി ഓപ്ഷൻ 4 ആണ് നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഓപ്ഷൻ 4 നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സൈറ്റാണ് കേട്ടോ ഓപ്പൺ ആയി വരുന്നത്. അപ്പോൾ നമ്മൾ താഴേക്ക് സ്കിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് താഴെ കാണാൻ പറ്റി എക്സാം റിലേറ്റഡ് റെമിറ്റൻസസ്, സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ എന്ത് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞത്? ഡിപ്പാർട്ട്മെൻറ്റൽ റെമിറ്റൻസ് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റൽ റെമിറ്റൻസ് സെലക്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു ഓപ്പൺ ആയിട്ട് വരും. വീണ്ടും ഒരു പേജ് ഓപ്പൺ ആയി വരുമ്പോൾ താഴേക്ക് പോകുമ്പോൾ
ഡിപ്പാർട്ട്മെൻറ്റ് നെയിം കണ്ടോ? ഡിപ്പാർട്ട്മെൻറ്റ് നെയിം കാണുമ്പോൾ നമ്മൾ അവിടെ തൊട്ട് കഴിഞ്ഞാൽ വുമൻസ് ഹോസ്റ്റൽ കാര്യവട്ടം അല്ലെങ്കിൽ മെൻസ് ഹോസ്റ്റൽ കാര്യവട്ടം എന്തെങ്കിലും ഇമെയിൽ ഐഡിയും പേരും എന്നീ കാര്യങ്ങളെല്ലാം കൊടുക്കുക. സെക്യൂരിറ്റി ക്യാപ്ച കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുക. പിന്നെ സെയിം പ്രൊസീജിയർ. എനിക്കിത് ഫുള്ള് ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ, കാരണം ഞാനിവിടെ ഹോസ്റ്റലിൽ അഡ്മിഷൻ എടുത്ത ഒരാളാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ അഡ്മിഷൻ നമ്പർ ഉള്ളത്. നിങ്ങളുടെ അഡ്മിഷൻ നമ്പർ എടുത്തിട്ടേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ഇനി അടുത്തത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 1 മണിക്കൂർ ശേഷം, അതായത് 55 രൂപ അടച്ചതിന് ശേഷം 1 മണിക്കൂറിന് ശേഷം നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് കേട്ടോ. അതായത് അതെ ഈ അപ്ലൈ ഹിയർ എന്നുള്ള ആ ഒരു സൈറ്റില്ലേ, ആ പച്ച കളർ, അത് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോർട്ടൽ ഓപ്പൺ ആയി വരെ. അതായത് ഇത് വുമൻസ് ഹോസ്റ്റലിൻ്റെ പോർട്ടലാണ്. താഴെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ നോട്ടിഫിക്കേഷനാണ് വന്ന ഈ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അതിന് മേലേട്ടാ 3 വരയില്ല, 3 വര തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഹോസ്റ്റൽ എന്ന് പറഞ്ഞ പേജിൽ ഏതൊക്കെ ഹോസ്റ്റൽ ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. വുമൻസ് ഹോസ്റ്റൽ തൈക്കാട്, മെൻസ് ഹോസ്റ്റൽ കാര്യവട്ടം, വുമൻസ് റിസർച്ചേഴ്സ് ഹോസ്റ്റൽ, വുമൻസ് ഹോസ്റ്റൽ കാര്യവട്ടം, അതേപോലെ എല്ലാ ഹോസ്റ്റലിലും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷനിലുണ്ടല്ലോ, നമ്മൾ ഫസ്റ്റ് യൂസർ ഐ ഡി വെച്ച് നമ്മൾ ലോഗിൻ ചെയ്തില്ലേ, ആ നമ്പർ ആട്ടോ ഹോസ്റ്റൽ നമ്പർ കൊടുക്കേണ്ടത്. ആ നമ്പറും കൊടുക്കുക, നമ്മുടെ പാസ്വേഡും കൊടുക്കുക. എന്നിട്ട് നമ്മൾ ക്യാപ്ച കൊടുത്തിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുക. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, ബൈ.